ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു വിഷയവും കെജ്രിവാളിന്റെ അറസ്റ്റും തമ്മിൽ കണക്ട് ചെയ്ത് ഇതൊരു BJP ഡ്രാമയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. എന്തുകൊണ്ട് ഇതിനെ രണ്ടും രണ്ടായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അതിശയം. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം ധന്യ വന്നത് എങ്ങനെയാണ്? സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം. എന്തുകൊണ്ട് ഇലക്ഷന് വാങ്ങുന്ന പണം അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന പണത്തിന്റെ ട്രാൻസ്പെറൻസി, ആ ട്രാൻസ്പെറൻസിയെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നപ്പോഴാണല്ലോ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ ആരോപണമായിട്ട് പറയുന്ന പല കാര്യങ്ങൾക്കും ഉത്തരം അതിൽ തന്നെയുണ്ട്. ഇലക്ട്രൽ ബോണ്ട് ആർക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു ഇവിടെ എല്ലാവരുടെയും മുന്നിലുള്ള വിഷയമെന്ന് പറയുന്നു. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പരമോന്നത നീതിപീഠം ചോദിച്ച ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം അവതരിപ്പിക്കുന്നു. അതുവഴി കൃത്യമായിട്ട് ആരൊക്കെ ആരിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് അറിയുവാൻ, ഏറ്റവും സുതാര്യമായി അറിയുവാനുള്ള മാർഗങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നു. ഇത് ഇല്ലീഗൽ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തെ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്താണ് നോക്കൂ. നേരത്തെ ഇവിടെ ശ്രീമതി ധന്യ അല്ലല്ല ഒന്ന് നമ്മുടെ ചോദ്യത്തിന് ഉത്തരല്ലേ പറയേണ്ടത് മാഡം, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ക്ലാരിറ്റി വരുത്തുന്നത്. അതിലേക്ക് തന്നെയാണ് വരുന്നത്. അല്ല, എനിക്ക് മനസ്സിലായി, ചോദ്യം മനസ്സിലായി. ഈ പറഞ്ഞ വ്യക്തി ഏതാണ്ട് 55 കോടി രൂപ BJPക്ക് നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യണം, നദ്ദയെ വിളിച്ച് ചോദ്യം ചെയ്യണം, നദ്ദാജിയെ വിളിച്ച് ചോദ്യം ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് കാര്യത്തിന്? ഇനി അഥവാ അങ്ങനെ വേണമെങ്കിൽ നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുക്കൂ. BJP ഈ പറയുന്ന അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട ഈ വ്യക്തിയിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വഴി 55 കോടി രൂപ വാങ്ങിയതിൽ BJPയുടെ പങ്ക്, അതൊക്കെ ആം ആദ്മി പാർട്ടിയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആവശ്യമാണ്. അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഇവിടെ പറയുന്ന കാര്യം ഒന്ന് ദയവായി മനസ്സിലാക്കുക. നോക്കൂ, ഇവിടെ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോ മാഡം കേൾക്കൂ, ദയവായി കേൾക്കൂ. അതായത് ഇതിപ്പോ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിനകത്ത് ഇനി ഒരു സംശയവും ഇല്ലല്ലോ. നേരത്തെ ശ്രീമതി ധന്യ രാജേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജൂൺ 30 മാത്രമേ ഞങ്ങൾക്ക് എല്ലാ വിവരങ്ങളും പുറത്തുവിടാൻ കഴിയൂ. അത് 2 ഫയലുകളിലായി 2ഇടത്ത് കിടക്കുകയാണ്, എല്ലാം ഹാർഡ് കോപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഒന്ന് മീശ പിരിച്ചപ്പോൾ, ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ എല്ലാ സാധനങ്ങളും കഴിഞ്ഞ ദിവസം വന്നല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് നല്ല വ്യക്തതയുണ്ട്, കൃത്യമായി ഡോക്യുമെൻ്റഡ് ആണ്. ആ കാര്യം നമ്മളോട് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിലൂടെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ നേരത്തെ ധന്യ രാജേന്ദ്രൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഈ ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് 55 കോടി രൂപ നൽകിയിരിക്കുന്നു. ഈ 55 കോടി രൂപ നൽകിയത് എപ്പോഴാണ്? ഈ ശരത്ചന്ദ്ര റെഡ്ഡി ഈ കേസിൽ ഉൾപ്പെട്ടതിന് ശേഷമാണ്. കേസിൽ ഉൾപ്പെട്ട ശരത്ചന്ദ്ര റെഡ്ഡി അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി നൽകുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കി ജയിലിലിടുന്നു. അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അയാൾ ആദ്യത്തെ 5 കോടി അയക്കുന്നത്. പിന്നീട് ബാക്കിയുള്ള പണവും അയാൾ BJPക്ക് നൽകുന്നു. അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിന് എതിരായി അയാൾ മൊഴി പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം, അരവിന്ദ് കെജ്രിവാളിന് എതിരായി മൊഴി നൽകിയതിന് ശേഷം മാത്രമല്ല, BJPക്ക് ബോണ്ട് മുഖേന പണം നൽകിയതിന് ശേഷം അയാളുടെ ജാമ്യാപേക്ഷയെ ED എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു നാടകീയത. രണ്ടാമത്തെ കാര്യം ഞാനൊന്ന് പറയുന്നത് ദയവായി കേൾക്കുക ശ്രീമതി സിന്ധുമോൾ. നമുക്ക് ചർച്ച നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നോക്കൂ, ഈ EDയുടെ കേസ് എന്താണ്? 100 കോടി രൂപ ഗോവ ഇലക്ഷന് വേണ്ടി സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ദില്ലി സർക്കാർ അവരുടെ മദ്യനയം മാറ്റിയത് എന്നാണ്. ഈ സൗത്ത് ഗ്രൂപ്പ് ഈ 100 കോടി രൂപ ആ നിലയിൽ ഇവർക്ക് ഈ കോഴയായി കൊടുത്തു എന്നും പറയുന്നു. ഏതായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഈ കൊടുത്ത 100 കോടി രൂപ സൈഫൺ ചെയ്ത് വിദേശത്തേക്കോ അയച്ചു എന്ന കേസില്ല. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി 100 കോടി രൂപ കൊടുത്തു എന്നുള്ളതാണ്. ആ കേസിൻ്റെ വിചാരണ പോലും ആയിട്ടില്ല, അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കൂ, അത് മറ്റേത് ഇത് രണ്ടും വെച്ച് നോക്കുക. ഒന്ന്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അവർ ഹവാലയായിട്ട് പണം വാങ്ങുന്നു, മറ്റേത് ബോണ്ടായി പണം വാങ്ങുന്നു. ഇത്രയല്ലുള്ള വ്യത്യാസം. ഒന്ന് തെളിഞ്ഞു, മറ്റേത് അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റ്? നമുക്കിപ്പോൾ ഖണ്ഡിതമായി ഏതാണ് തെറ്റ് എന്ന് ഏത് വിഷയത്തെയാണ് പറയാനാവുക? ശ്രീ നികേഷ്, ഇവിടെ നിന്ന് കുറച്ച് പുറകോട്ട് പോകണം. അതായത് ഈ പറയുന്ന വ്യക്തിയും ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടും ഒക്കെ വരുന്നതിന് മുമ്പ് ഏതാണ്ട് 1 വർഷം 3 മാസമായി ജയിലിൻ്റെ ഉള്ളിൽ കഴിയുന്ന മനീഷ് സിസോദിയ എന്ന് പറയുന്ന ആം ആദ്മിയുടെ ഏറ്റവും വലിയ മുഖം, ഏറ്റവും പ്രധാനപ്പെട്ട മുഖം നമ്മൾ മറന്നിട്ടില്ലല്ലോ.
ആ സിസോദിയായിരുന്നു എക്സൈസ് വകുപ്പ് ഉൾപ്പെടെ 10-18 വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് ആം ആദ്മിയില്, വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ. ആ സിസോദിയ അകത്തേക്ക് പോകുന്നു, പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. ആ സിസോദിയയിൽ നിന്ന് തുടങ്ങുന്നതാണ്, അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ഈ സ്കാം. ഇതൊരു വലിയ സ്കാമാണ്. ഇവിടെ കവിത, തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകള് കവിത എങ്ങനെയാണ് അകത്തേക്ക് പോയിരിക്കുന്നത്? ഇവിടെ വിജയ് നായരുടെ പേര് പറയുന്നു. ഞാൻ പറയട്ടെ, നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു അറസ്റ്റിന് ശേഷം, ഈ പറഞ്ഞ വ്യക്തിയുടെ അറസ്റ്റിന് ശേഷം 5 കോടി കൊടുക്കുന്നു, ജാമ്യത്തിൽ വന്നതിന് ശേഷം വീണ്ടും കൊടുക്കുന്നു എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്ത് ഇത് വലിയ ഒരു സ്കാമായി, അല്ലെങ്കിൽ ഇതിന്റെ രേഖകൾ ഉൾപ്പെടെ ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടേക്കൊക്കെ സ്പ്രെഡ് ചെയ്തു എന്ന് EDയുടെ അടുത്ത് കൃത്യമായ രേഖകൾ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് ആം ആദ്മിക്ക് പറയാൻ ഇതേ വഴിയുള്ളൂ. നികേഷ്, ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഒരു കഥ വരുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഞങ്ങളെല്ലാം. ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ തന്നെ, ഈ പറയുന്ന വ്യക്തിയുടെ മൊഴിയിലാണ് കെജ്രിവാൾ അകത്തേക്ക് പോയിരിക്കുന്നത് എന്നൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ് ഞങ്ങള്. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ നികേഷ്, ഇത്തരത്തിലൊരു സ്കാം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായത് കൊണ്ടാണ് BJP കൃത്യമായിട്ട് നിലപാടുകൾ പറയുന്നത്. നിങ്ങൾ പറയുന്നു BJPയുടെ ഡ്രാമയാണിത്, BJP ആണ് ഇത് ചെയ്യുന്നതെന്ന്. എന്തുകൊണ്ട് കോടതിയിൽ പോയിട്ട്, സുപ്രീം കോടതിയിൽ പോയിട്ട് കെജ്രിവാളിന് കൊടുത്ത ഹർജി പിൻവലിക്കേണ്ടി വന്നു? എന്തുകൊണ്ട് കെജ്രിവാളിനെ 7 ദിവസം EDയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു? അവിടെ EDയുടെ Debate with MV Nikesh Kumar.